ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നമ്മുടെ വൈജയന്തി അമ്മയോട് വളരെയധികം സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, അപ്പോൾ അവൾ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്നും എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ഞാൻ ശിവേട്ടനെ രാജുവേട്ടനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഞാൻ പോവുക തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ മക്കളും കാണുമെന്ന് പറയുകയാണ്. ആരും എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈജയന്തി നേരെ അടുക്കളയിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും അലീന. അപ്പോൾ നീ ജയിച്ചെന്നായിരിക്കുമല്ലേ നിൻ്റെ ഭാവമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ജയവും തോൽവിയൊന്നും ഇല്ല മാഡം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ ബാലചന്ദ്രൻ സാർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. നീ എന്തിനാണ് തിരിച്ച് വന്നത്? ഇപ്പോൾ സാറ് വരാൻ പറഞ്ഞു, ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. ഒരു സാറ് വരാൻ പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് നീ വന്നോളണം എന്നൊക്കെ വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ പറയുകയാണ്. അപ്പോൾ നീ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ നിൽക്കില്ല, നമ്മൾ രണ്ടുപേരിൽ ഒരാൾ ഇവിടെ നിന്നാൽ മതിയെന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ അലീന വളരെ വിഷമത്തോട് പറയുകയാണ്, എനിക്ക് മാഡത്തിനോട് ഒരു പരിഭവമോ പരാതി ഒന്നുമില്ല. എന്നെ മോളെ എന്നൊരു വാക്ക് എന്ന് വിളിച്ചാൽ മതി, എന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് നിന്നെ മോളെ എന്ന് വിളിക്കണം? എനിക്ക് വേറെ 3 മക്കളുണ്ട്. അത് ഈ വയറ്റിൽ നിന്ന് വന്ന മക്കളാണ്. അവരുടെ ദേഹത്ത് ഒഴുകുന്നത് എൻ്റെ ചോരയാണ്. അതുപോലെ ചോര ഒഴുകണം. നീ ആര് പ്രസവിച്ചെന്ന് ആർക്കറിയാടി എന്നൊക്കെ പറയുകയാണ് വൈജയന്തി. നീ ഞാനും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് പോവില്ലെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് വളരെയധികം പ്രയാസം ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിക്കുള്ള ചായയായിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് മുത്തശ്ശിക്ക് എന്താ പരിഭവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ചെറിയ പരിഭവമുണ്ട്, എത്രയായാലും എൻ്റെ മോള് കിടന്ന് വിഷമിക്കുകയല്ലേ, എത്രയായാലും ഞാൻ ഒരു പെറ്റ തള്ളയല്ലേ, അവൾ വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമില്ലായിരിക്കുമോ? ബാലചന്ദ്രൻ നിനക്ക് ദത്തുപുത്രി എന്നുള്ള ഒരു സ്ഥാനം തന്നിരിക്കുകയില്ലേ, ഇവിടെയുള്ള മക്കളുടെ അതേ സ്ഥാനമല്ലേ നിനക്ക് തന്നിരിക്കുന്നത്? അതേ മുത്തശ്ശി, എനിക്കത് വലിയൊരു സ്ഥാനം തന്നെയാണ്. കീർത്തി ചക്ര, പത്മശ്രീ, പത്മഭൂഷൺ, അതിനെക്കാട്ടിയൊക്കെ വിലമതിപ്പുള്ളൊരു പുരസ്കാരമാണ് എനിക്ക് ബാലചന്ദ്രൻ സാർ തന്നിരിക്കുന്നത്. അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നും അതുമായിട്ട് എന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കിടന്നാൽ മതിയോ, ഡ്രസ്സൊക്കെ മാറണ്ടേ, ഞാൻ പോണതിന് മുമ്പ് എങ്ങനെ കിടന്നാണ്, ഇവിടെ ആരെന്നെ നോക്കാനാണെന്നൊക്കെ മുത്തശ്ശി പരിഭവം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി കമലയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വന്നിട്ടുണ്ടെന്നും കൂടെ അലീന ഉണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവളെ അടിച്ചിറക്കില്ല, പിന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ടു? ഇത് ഇത് നിസ്സാര കാര്യമല്ല, സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അതൊക്കെ പോട്ടെ കമലേട്ടത്തി, ഇപ്പോൾ ഒരു പുതിയ സാധനം കൂടി കൊടുത്തിരിക്കുകയാണ്, ദത്തുപുത്രിയായിട്ട് അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ മക്കൾക്കുള്ള അതേ സ്ഥാനം അവൾക്കും ഉണ്ടെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഇത് കൊള്ളാം വൈജയ്, ഇതൊന്നും ഒരിടവും നടക്കാത്തതാണ്. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ നടക്കൂ? നീ ഇതിൽ നിന്ന് ഭേദം മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ വൈജയന്തിയോട് കമല പറയുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് നീ പെട്ടെന്ന് തന്നെ രാജീവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും, ഞാൻ ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുക. ഇതിനെന്തായാലും ഒരു മറുമരുന്ന് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഇപ്പോൾ അവിടെ വാഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് കമല വൈജയന്തിയോട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഒരു മനസ്സമാധാനമില്ല, ഞാനായതുകൊണ്ട് സഹിച്ചു പോകുന്നതേ ഉള്ളെന്നൊക്കെ വൈജയന്തി പറയുകയാണ്. കഴിഞ്ഞ് നമ്മുടെ മനു വീട്ടിലോട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ അനിയത്തി ഒന്ന് കതക് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താടി അമ്മയെ കാണാനില്ലല്ലോ, അമ്മ അതാ ഫോണിലാണ്. ആദ്യം വൈജയ ആൻറ്റി കുറേ നേരം സംസാരിക്കാനുണ്ട്, ഇപ്പോൾ അച്ഛന് വിളിച്ചിരിക്കുകയാണ്. എന്താ അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. വിശേഷമൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ കടപ്പാട്ടൂരത്തെ വിശേഷമൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ ബാലചന്ദ്രൻ അങ്കിളും അലീനയൊക്കെ തിരിച്ചു വന്നു, അലീനയെ കൊണ്ട് വന്നു എന്നൊക്കെ മനു ചോദിക്കുകയാണ്. അതേ, അലീന വന്നിട്ടുണ്ട്, വൈജയന്തി അവിടെ കലീലുള്ളിൽ നിൽക്കുന്നതെന്നാണ് അറിഞ്ഞത്. പക്ഷേ എല്ലാം ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് പറയുകയാണ്. മാത്രമല്ല നമ്മുടെ അലീനയ്ക്കൊരു സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. അവിടെ ദത്തുപുത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്കിൾ. ബബിതയ്ക്കും രോഹിത്തേട്ടനും കൃഷ്ണജയ്ക്കുള്ള അതേ സ്ഥാനം തന്നെ ഇനി അലീനയ്ക്കും ഉണ്ടെന്നാണ് ബാലചന്ദ്രൻ അങ്കിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി ഹോം നേഴ്സിൻ്റെ ജോലിയും വീട്ടുജോലിയും ഒന്നും അലീന ചെയ്യേണ്ടെന്നാണ് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ ഉത്തരവ്. അപ്പോൾ ഇതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റലിലോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അതിനുള്ള ചിലവെല്ലാം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും ഒരു എതിർപ്പും ഇതുവരെയും പറഞ്ഞിട്ടില്ല. വൈജയന്തി ആൻറ്റി ഒരക്ഷരം മിണ്ടാതെ നിന്നെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് മനു ചിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ആൻറ്റി തോറ്റു, ബാലചന്ദ്രൻ അങ്കിൾ ജയിച്ചു അല്ലേ എന്നൊക്കെ പറയുകയാണ് മനു.
നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അലീന വളരെ ഒരു പാവം കുട്ടിയാണ് എന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ അനിയത്തി പറയണം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഒന്ന് പോടി എന്നൊക്കെ പറയണം. നീ എനിക്കൊരു ചായ ഇട്ടതാന്ന് പറയണം. ഞാൻ ചായയൊക്കെ ഇട്ട് തരാം, പക്ഷേ എനിക്ക് റീചാർജ് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനുവിന് വലിയ സന്തോഷമാകണം, കാരണം വളരെയധികം ഒരു പ്രതിസന്ധി കഴിഞ്ഞ ശേഷമാണ് അലീന തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എത്രയായാലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല എന്നറിഞ്ഞത് മനുവിന് വളരെയധികം സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് അലീന മുറ്റമെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ കൃഷ്ണാച്ച മോൾ എണീറ്റ് വരികയായിരിക്കും. അപ്പോൾ അലീനയെ കണ്ട് ഓടി വരികയാണ്. അപ്പോൾ ചേച്ചി ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയണം. നീ ചെയ്യണം, വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇന്നെന്താ ഒരു പ്രത്യേകത, അപ്പോൾ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് അച്ഛൻ പ്രഖ്യാപിച്ചിരിക്കുകയില്ല. അപ്പോൾ ചേച്ചി കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത് എന്തിനാണ്, ഞാനും കഷ്ടപ്പെടാം. ചേച്ചി ഇപ്പോൾ ചായ ഉണ്ടാക്കുമെന്ന് പറയണം. അതൊന്നും വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം, ചേച്ചി ഒന്ന് പോയേ. അപ്പോൾ നീ എനക്ക് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയല്ലേ, എനിക്ക് സ്നേഹവും ഒരുപാട് കടപ്പാടും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് കൃഷ്ണച്ച മോൾ പറയുകയാണ്. അത് കഴിഞ്ഞ് അലീന ചായ എല്ലാം ആയിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അലീന ചായയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് എന്താ സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ സാർ, എനിക്ക് വളരെയധികം സന്തോഷമായെന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ദത്തുപുത്രിയുടെ സ്ഥാനം കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് സാറിൻ്റെ മകളായിരുന്നെങ്കിലെന്ന്. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു വിഷമം തോന്നുകയാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ വിഷമം ഒന്നും വേണ്ട, നീ എൻ്റെ മക്കൾക്കൊപ്പം തന്നെയാണ്, നീ എൻ്റെ മകൾ തന്നെയാണെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. മാത്രമല്ല അവിടെ താഴെ എന്തൊക്കെയാണ് വിശേഷം, വൈജയന്തി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. വൈജയന്തി മാഡം വളരെയധികം പ്രശ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, ഒരു ഭൂകമ്പം തന്നെ പ്രതീക്ഷിക്കാമെന്നും അലീന പറയുകയാണ്. വരട്ടെ, നമുക്ക് നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്